ട്രിപ്പിന്റെ ലാസ്റ്റ് 2 days ഞങ്ങൾ ബെൽജിയത്തിലാണ് സ്പെൻഡ് ചെയ്തത്. അങ്ങനെ അധികം ആൾക്കാരും പോവാതെ നല്ല ക്യൂട്ട് ലിറ്റിൽ ടൗൺ ഞങ്ങൾ പോയി. എനിക്ക് ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു അത്. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മിസ്റ്റർ ആൻഡ് മിസ്സസ് കനേഡിയൻ മല്ലു. ഇന്ന് ഞങ്ങൾ ബെൽജിയത്തിലേക്കാണ് പോകുന്നത്. സോ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി മെട്രോയിലേക്ക് നടന്നു. പാരീസ് നോർഡിൽ നിന്നാണ് ഞങ്ങൾക്ക് ബെൽജിയത്തിലേക്ക് പോകേണ്ട ട്രെയിൻ ഉണ്ടായിരുന്നത്. സോ ജസ്റ്റ് സോൺ 1 മാത്രം സെലക്ട് ചെയ്താൽ ഒരാൾക്ക് ജസ്റ്റ് 2.15 യൂറോസ് ടിക്കറ്റ് ആവത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി അവസാനം പാരീസ് നോർഡിൽ വന്നെത്തി. എല്ലാ റെയിൽവേ സ്റ്റേഷൻസിലും അത്യാവശ്യം കുറെ കഫേസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പോളാണ്. കാനഡയിലെ ടിം ഹോട്ടൻസ് എന്ന് പറയുന്നത് പോലെ പോൾ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ചെയിൻ ഓഫ് കഫേ റെസ്റ്റോറൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല ഫുഡ് കിട്ടും. അവിടുന്ന് ഞങ്ങൾ സാൻഡ്വിച്ചും കോഫിയും എല്ലാം വാങ്ങി ട്രെയിനിൽ കയറി. പാരീസ് നോർഡ് എന്ന് പറയുന്നത് മോൺപർണേസ് പോലെ തന്നെ വലിയൊരു റെയിൽവേ സ്റ്റേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ട്രെയിൻ ടൈമിന് ഒരു ഹാഫ് ആൻ അവർ മുന്നേ എങ്കിലും ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ നമ്മൾ ട്രൈ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടായിരിക്കും. ഞങ്ങൾ ആദ്യമേ വിചാരിച്ചത് ഫ്രാൻസിൽ നിന്ന് ബെൽജിയം ഒക്കെ പോകുമ്പോഴത്തേക്കും വേറെ കൺട്രി ആകുമ്പോഴത്തേക്കും ചെക്കിംഗ് ഒക്കെ ഉണ്ടാവുന്നതാണ്. ബട്ട് ഇവിടെ ഒരു ചെക്കിങ്ങും ഇല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ട്രെയിനിൽ പോയിട്ട് കൺട്രി ക്രോസ് ആവുന്നു നമ്മൾ അറിയത്ത് പോലും ഇല്ല. ബെൽജിയം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ആദ്യമേ വരുന്നത് ബ്രസൽസും ആന്റ്വർപ്പും ഒക്കെയാണ്. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ഡേയിൽ എക്സ്പ്ലോർ ചെയ്ത ഒരു ക്യൂട്ട് ലിറ്റിൽ ടൗൺ ആണ്. ഇത് ബെൽജിയത്തിന് കുറച്ച് ഉള്ളിലേക്കുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു ട്രെയിൻ റൈഡ്. ഒരുപാട് ഭംഗിയുള്ള കുറെ സ്മോൾ വില്ലേജസും ടൗൺസും എല്ലാം ക്രോസ് ചെയ്താണ് നമ്മൾ ഇവിടെ എത്തുന്നത്. അങ്ങനെ ഞങ്ങൾ അറ്റ് ലാസ്റ്റ് ഡിനന്റ് എത്തി. ഇതൊരു ഉള്ളിലേക്കുള്ള ടൗൺ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനും ഭയങ്കര ചെറുതായിരുന്നു. ഞങ്ങൾ ഇറങ്ങി ഒരു 2 minutes നടന്നപ്പോൾ കണ്ട വ്യൂ ആണിത്. നിങ്ങൾ ബെൽജിയം വരുവാണെങ്കിൽ ഈ സ്ഥലം ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. ഞങ്ങൾ സ്റ്റേ ചൂസ് ചെയ്തിരിക്കുന്നത് ആന്റ്വർപ്പിലാണ്. സോ ആദ്യമേ വിചാരിച്ചത് റെയിൽവേ സ്റ്റേഷനിലുള്ള ലോക്കേഴ്സിൽ ലഗേജ് വെക്കാവുന്നതാണ്. ബട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര ചെറുതായതുകൊണ്ട് ലോക്കേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. ബട്ട് ഞങ്ങളുടെ ഭാഗ്യത്തിന് ഇവിടെ ഇൻഫർമേഷൻ സെന്റർ കണ്ട് അതിനകത്ത് പോയി ചോദിച്ചപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് ലഗേജ് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ വാഷ്റൂമും എല്ലാം ഇതിനുള്ളിൽ തന്നെയുണ്ട്. ഞങ്ങൾ അവിടെ ലഗേജ് വെച്ചതിന് ശേഷം ടൗണിന്റെ മാപ്പ് എടുത്തോണ്ട് ഞങ്ങൾ ഇറങ്ങി. ഈ 7 days ട്രാവൽ ചെയ്തതിൽ എനിക്ക് ഡിനന്റ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇവിടെ ഒട്ടും ടൂറിസ്റ്റും അങ്ങനത്തെ ബഹളങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. നേരത്തെ എനിക്ക് ഭയങ്കര ബിസി ടൗൺസും ഭയങ്കര ടോൾ ബിൽഡിങ്സ് ഒക്കെ ഉള്ള ഏരിയാസ് ആയിരുന്നു ഇഷ്ടം. തള്ളവായി വേണമെന്നൊക്കെ തോന്നും. എനിക്കിപ്പോ ഇതേപോലെ പീസ്ഫുൾ ആയിട്ട് നല്ല കാമൻ ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പൊ ഇഷ്ടം. എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിന് ഭയങ്കര കുളിർമയും പീസ്ഫുൾ ആയിട്ടൊക്കെ എനിക്ക് തോന്നി. ബെൽജിയത്തിലെ നാമോർ പ്രൊവിൻസിലാണ് ഈ കൊച്ചു ടൗൺ. സേക്രഡ് വാലി എന്ന മീനിങ് വരുന്ന സെൽറ്റിക് വേർഡായ ഡിവോ നാറ്റോ എന്ന വേർഡിൽ നിന്നാണ് ഈ ടൗണിന്റെ പേര് വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബ്രിഡ്ജ് ഒക്കെ ക്രോസ് ചെയ്ത് ചർച്ചിന്റെ ഏരിയയിലേക്ക് എത്തി. ഇതാണ് ഇവിടുത്തെ കോളിഗേറ്റ് ചർച്ച് ഓഫ് ആർ ലേഡി. ഗോതിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിലാണ് ഈ ചർച്ചിന്റെ കൺസ്ട്രക്ഷൻ. ബെൽജിയത്തിൽ വന്നിട്ട് വാഫിൾസ് കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാ? ഇത് ആക്ച്വലി ഉള്ളിലേക്കുള്ള ഒരു ടൗൺ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. വാഫിൾ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര കോമഡി ആയിരുന്നു. ബട്ട് ഇവിടുത്തെ ആൾക്കാരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ചർച്ചിന്റെ സൈഡിലുള്ള കടയിൽ തന്നെയാണ് ഞങ്ങൾ കയറിയത്. അപ്പൊ നമുക്ക് വാഫിൾ ഉണ്ടാക്കുന്ന കണ്ടാലോ? ഓക്കെ. ഓക്കെ, അതിനകത്ത് ഷുഗർ ഇട്ടു. ഷുഗർ ഇടുന്നതേ ഉള്ളൂ. ഇത് ഐസ്ക്രീമും വരും, ഇതിനകത്ത് വേഫറും വരും. അങ്ങനെ ഞങ്ങൾ അതും വാങ്ങി റിവറിന്റെ സൈഡിലേക്ക് നടന്നു. റിവർ മ്യൂസിന്റെ സൈഡിലാണ് ഈ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയില്ല, ബട്ട് ഈ റിവറിൽ കൂടെ കുറെ ബോട്ട് ക്രൂസസും അവൈലബിൾ ആണ്. 45 minutes തൊട്ട് 3 hours വരെയാണ് ക്രൂസിന്റെ ഡ്യൂറേഷൻ.
€12 തൊട്ട് €36 വരെയാണ് പെർ പേഴ്സൺ ഇതാവുന്നത്. കൗണ്ടറിൽ ചെല്ലുമ്പോൾ ടിക്കറ്റിന്റെ റേറ്റും അതേപോലെ അതിന്റെ ഡ്യൂറേഷനും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബോൾട്ടിന്റെ ഇലക്ട്രിക് ബൈക്സും ഇവിടെ അവൈലബിൾ ആണ്. ഒരു ദിവസത്തേക്ക് ജസ്റ്റ് €2.9 ഇതിനാവുന്നുള്ളൂ. ഞങ്ങൾക്ക് ഇവിടുന്ന് ചെക്ക് ഇൻ ടൈമിന് മുന്നേ ആന്റ്വർപ്പിൽ എത്തേണ്ടതുകൊണ്ട് ജസ്റ്റ് 2 hours ആണ് ഇവിടെ സ്പെൻഡ് ചെയ്തത്. ട്രെയിനിൽ കയറുന്നതിന് മുന്നേ ഒരു ഷോപ്പിൽ കയറി ചിക്കൻ കബാബിന്റെ സാൻഡ്വിച്ച് വാങ്ങിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും ആ പുള്ളി ഭയങ്കര കോമഡി ആയിട്ട് ട്രോഫി കൊടുക്കുന്നവരാണ് അക്ഷയന്റെ കയ്യിൽ ആ സാൻഡ്വിച്ച് കൊടുത്തത്. ഞങ്ങൾ ഈ ട്രെയിൻ റൈഡ് യൂറോ റെയിൽ പാസിൽ കവേർഡ് ആണ്. യൂറോ റെയിൽ പാസ് എടുക്കുന്നതിന്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ആന്റ്വെർപ്പ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇവിടെ ഞങ്ങൾ ബസ് പാസ് എടുത്തിട്ടാണ് ഹോസ്റ്റലിൽ എത്തിയത്. ആംസ്റ്റർഡാമിൽ സ്റ്റേ ചെയ്ത ഹോസ്റ്റലിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഹോസ്റ്റൽ സൂപ്പർ ആയിരുന്നു. ആന്റ്വെർപ്പിൽ യസ്റ്റ് എന്ന് പറയുന്ന ഹോസ്റ്റലാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഇതിന്റെ ഉള്ളിലെ ആംബിയൻസ് നല്ല രസമായിരുന്നു. ഒരു കോ വർക്കിംഗ് സ്പേസും ഓഫീസ് സ്പേസും എല്ലാം ഇതിനുള്ളിൽ ഇൻക്ലൂഡഡ് ആണ്. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോസ്റ്റലിന്റെ റിവ്യൂസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ആദ്യമായിട്ട് ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. കൂടെ വരുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. ബട്ട് എന്റെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെയാണ് പോകുന്നതെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഹോസ്റ്റൽ ചൂസ് ചെയ്യാവുന്നതാണ്. അതാവുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫുൾ റൂം നിങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടും. ബട്ട് അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ കയറി ബാഗ് ഒക്കെ വെച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. ഹോസ്റ്റലിന്റെ ലോഞ്ചിൽ കുറെ അമ്യൂണിറ്റീസ് അവൈലബിൾ ആയിരുന്നു. റീഡിംഗ് ഏരിയയും ഗെയിംസും മാത്രമല്ലാണ്ട് ഒരു കോഫി കഫേ ഏരിയയും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു കോഫിയൊക്കെ കുടിച്ച് അവിടുത്തെ റിസപ്ഷനിൽ നിന്ന് ആന്റ്വെർപ്പിന്റെ ഫുൾ സിറ്റി മാപ്പ് എടുത്തോണ്ട് ഞങ്ങൾ ഇറങ്ങി. ഈ മാപ്പ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് നന്നായിട്ടാണ്. അതിന്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ്സും കഫേസും എല്ലാം പ്രൈസ് വൈസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണോ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ആ റെസ്റ്റോറൻറ്റ്സിൽ കയറാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ആന്റ്വെർപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് വൈകുന്നേരം ആയപ്പോഴാണ് ഇറങ്ങിയത്. ആൻഡ് ഹോസ്റ്റലിന്റെ അടുത്ത് തന്നെ ട്രാമിന് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രാമിൽ കയറി ഗ്രോട്ടെ മാർക്കറ്റിൽ എത്തി. ബെൽജിയത്തിൽ ബ്രസൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആന്റ്വെർപ്പിൽ വലിയ തിരക്കുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഗ്രോട്ടെ മാർക്കറ്റിൽ എത്തുമ്പോൾ നല്ല രസമുള്ള കുറേ ബിൽഡിംഗ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ സിറ്റി ഹാളിന് മുന്നിൽ നമുക്ക് ബ്രാബോ ഫൗണ്ടൻ കാണാം. ബെൽജിയൻ ഫോക്ലോറിലെ ഒരു മിത്തിക്കൽ ജയന്റ് ആണ് ട്രൂവോൺ ആന്റിഗൂൺ. ഈ സിറ്റിയുടെ ഫൗണ്ടറായ സിൽവിയസ് ബ്രാവോ ആ ജയന്റിന്റെ കൈ വെട്ടി റിവർ ഷെൽഡിലേക്ക് എറിയുന്ന പോലെയാണ് ഈ ഫൗണ്ടൻ അവർ ചെയ്തിരിക്കുന്നത്. ഇയർ 1887 ഈ ഫൗണ്ടൻ അവർ ബിൽഡ് ചെയ്തത്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കഫേസും എല്ലാം നമുക്ക് ഈ ഗ്രോട്ടെ മാർക്കറ്റിൽ കാണാം. അതേപോലെ തന്നെ റെനസൻസ് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിൽ പണിഞ്ഞ സിറ്റി ഹാളും ഗിൽഡ് ഹോൾസും എല്ലാം നമുക്കിവിടെ കാണാം. ഏർലി 15th and 16th സെഞ്ചുറിയിൽ യൂറോപ്പിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ആയിരുന്നു റെനസൻസ് ആർക്കിടെക്ചർ. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരുപാട് ഇറ്റാലിയൻ സിറ്റീസിലേക്ക് ഈ ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ സ്പ്രെഡ് ആവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആ ബിൽഡിംഗ്സ് എല്ലാം കണ്ടതിന് ശേഷം ആ കത്തീഡ്രലിന്റെ അടുക്കലേക്ക് പോയി. ദ കത്തീഡ്രൽ ഓഫ് ആർ ലേഡി എന്നാണ് ഈ കത്തീഡ്രലിന്റെ പേര്. ഇതൊരു റോമൻ കാത്തലിക് ചർച്ച് ആണ്. ഗോതിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിലാണ് ഈ കത്തീഡ്രൽ അവർ പണിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ടിലത്തെ കൊത്തുപണികളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു നടന്നപ്പോഴാണ് ഒരു കടയിൽ കുറെ ബെൽജിയത്തിന്റെ മാഗ്നറ്റ്സ് കണ്ടത്. അങ്ങനെ അവിടെ നിന്ന് ഒരു മാഗ്നറ്റും വാങ്ങി ഞങ്ങൾ ആ റിവർ സൈഡിലേക്ക് നടന്നു. അവിടെ എത്തിയത് കറക്റ്റ് സമയത്തായിരുന്നു. നല്ല രസമായിരുന്നു ആ സൺസെറ്റ് കണ്ടുകൊണ്ട് ആ റിവർ സൈഡിൽ ഇങ്ങനെ ഇരിക്കാൻ. അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ അടുത്തുള്ള ഒരു ഫോർട്ടിലേക്ക് ഞങ്ങൾ നടന്നു. ഇതിനുള്ളിൽ വലുതായിട്ടൊന്നും കാണാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ വാങ്ങി തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി. ഇത്രയും ദിവസം ഫുൾ നടത്തിയായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നല്ല ടയേർഡായിരുന്നു. ഈ ഹോസ്റ്റലിന്റെ റൂഫ് ടോപ്പ് അവർ നല്ല രസമായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇങ്ങനെയാണ് വൈൻഡ് അപ്പ് ചെയ്തത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബെൽജിയം Day 2 വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്.